കേരള സഭയ്ക്ക് അഭിമാനമായി മദർ ഏലീശ്വ വാകയിൽ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക്. കേരളത്തിലെ പ്രഥമ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക മദർ ഏലീശ്വ വാകയിലിനെ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തുന്നതിന് മുന്നോടിയായി മദറിന്റെ മധ്യസ്ഥത്താൽ സംഭവിച്ച ഒരു അത്ഭുതം ദൈവശാസ്ത്രപരമായും വൈദ്യശാസ്ത്രപരമായും കാനോനികമായും അംഗീകരിക്കാൻ വിശുദ്ധർക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിക്ക് ഫ്രാൻസിസ് പാപ്പ അനുമതി നൽകി. 1831 ഒക്ടോബർ 15 കേരളത്തിൽ വരാപ്പുഴ വികാരിയേറ്റിലെ ഓച്ചന്തുരുത്ത് ക്രൂസ് മിലാഗ്രസ് ഇടവകയിൽ വിശ്വാസത്തിൽ സമ്പന്നരും കുലീനരുമായ കപ്പിത്താൻ കുടുംബത്തിൽ തൊമ്മൻ താണ്ട ദമ്പതികളുടെ 8 മക്കളിൽ ആദ്യപുത്രിയായി ഏലീശ്വ ജനിച്ചു. മാതാപിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം 1847 വത്തരു വാകയിലിനെ വിവാഹം കഴിച്ചു. 1850 ഒരു കുഞ്ഞിന്റെ അമ്മയായ ഏലീശ്വയെ ഭർത്താവിന്റെ മരണം വിധവയാക്കി. പുനർവിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും അതിന് സമ്മതിക്കാതെ പ്രാർത്ഥനയുടെയും ഉപവിപ്രവർത്തനങ്ങളുടെയും വഴിയാണ് അവൾ തെരഞ്ഞെടുത്തത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും പെൺകുട്ടികൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂൾ ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ സ്ത്രീ നവോത്ഥാനത്തിനായി മദർ ഏലീശ്വ പ്രവർത്തിച്ചു. ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവമല്ലാതെ മറ്റൊന്നും തനിക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ദൈവാരാധനകളാക്കി മാറ്റിയ മദർ ഏലീശ്വ 1913 ജൂലൈ 18 ദൈവസന്നിധിയിലേക്ക് യാത്രയായി. വരാപ്പുഴ അതിരൂപതയിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ യൗസേപ്പിതാവിന്റെയും നാമധേയത്തിലുള്ള ബസിലിക്കയിലാണ് മദർ ഏലീശ്വയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടത്. പിന്നീട് മദറിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വരാപ്പുഴ സെയിന്റ് ജോസഫ് കർമ്മല മഠത്തിലെ സ്മൃതി മന്ദിരം എന്ന കപ്പേളയിലേക്ക് മാറ്റി. 2008 മെയ് 30 മദർ ഏലീശ്വയെ തിരുസഭ ദൈവദാസി പദവിയിലേക്ക് ഉയർത്തി. 2024 ജനുവരി 6 ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.